Hi students, today I am back with another topic, sources of news. A newspaper will have hundreds of news stories each day comprising national, international, state and local news. There will be features, opinion pieces such as columns, reviews, medals, articles. How does a newspaper gather all these stories from across the world? We cannot pinpoint someone or something as the source of news. We have seen ordinary people being sources. A journalist cannot present everywhere to witness all important events himself. When someone or something provides the journalist with information, we call them source. Sources of information can be people, letters, books, files, films, tapes, in fact, anything which journalists use to put news stories together. Journalists try to work from their own observations as often as possible, but it cannot be so all the time. Dear students, now let me introduce Mr. Krishna Kumar, Sub-Editor, Madhurabhumi, Thrissur, to give you an overview of sources of news. ക്രൈസ്തനഗർ കോളേജിലെ എല്ലാ ജേർണലിസം വിദ്യാർത്ഥികൾക്കും നമസ്കാരം. എൻ്റെ പേര് കൃഷ്ണകുമാർ, മാതൃഭൂമി തൃശ്ശൂർ യൂണിറ്റിലെ സബ് എഡിറ്ററാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ വാർത്തയുടെ ഉറവിടങ്ങൾ എന്നതാണ്. ഇപ്പോൾ നമുക്ക് പല പല ഉറവിടങ്ങളിലാണ് നമുക്ക് വാർത്ത ശേഖരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് എടുത്താൽ പോലീസ്, ഫയർഫോഴ്സ്, ന്യൂസ് ഏജൻസീസ്, പ്രസ് കോൺഫറൻസ്, ലോക്കൽ ഇഷ്യൂസ് വരുന്ന ഏജൻറ്റുമാർ, അങ്ങനെ പല പല ഇഷ്യൂസിനാണ് നമുക്ക് പല പല സോഴ്സിൽ നിന്നാണ് നമുക്ക് വാർത്ത കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് എടുത്താൽ ഇപ്പോൾ ഇപ്പോഴത്തെ പ്രധാന ഇഷ്യൂ സ്വർണ്ണക്കടത്ത് കേസ്. സ്വർണ്ണക്കടത്ത് കേസ് നമ്മളെ ആദ്യം അറിയിക്കുന്നത് കസ്റ്റംസിൽ നിന്നാണ് നമുക്ക് ആ വാർത്ത കിട്ടുന്നത്. അതുപോലെ ഇപ്പം അവസാനം നമ്മൾ ഉത്തരക്കൊലക്കേസിൻ്റെ പ്രധാന സോഴ്സ് എന്ന് പറഞ്ഞാൽ പോലീസായിരുന്നു. അപ്പം രണ്ടാമത്തെ ഒരു നമ്മുടെ വാർത്താ സോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രസ് കോൺഫറൻസാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അറിയാം. അപ്പോൾ 6 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിലൂടെയാണ് നമ്മുടെ ഇവിടെ കേരളത്തിൽ എത്ര പേർക്ക് കൊറോണ ബാധിച്ചു, എത്ര പേർ മരിച്ചു, അങ്ങനെയൊക്കെ നമ്മൾ അറിയുന്നത് ആ പ്രസ് കോൺഫറൻസ് വഴിയാണ്. അതുപോലെ ഭരണപക്ഷത്തെ കൂടാതെ പ്രതിപക്ഷ നേതാക്കളും വാർത്താ സമ്മേളനം നടത്തിയാണ് ഞങ്ങളെ കാര്യങ്ങൾ അറിയിക്കുന്നത്. പിന്നെ നമുക്ക് മൂന്നാമത്തെ ഇതെന്ന് പറഞ്ഞാൽ ന്യൂസ് ഏജൻസീസാണ്. ഇപ്പോൾ നമുക്ക് വിവിധ ന്യൂസ് ഏജൻസികളുണ്ട്. PTI, AFP, AP, റോയിട്ടർ, അങ്ങനെ പല ന്യൂസ് ഏജൻസികളുണ്ട്. അപ്പം നമുക്കിപ്പം ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ എത്ര പേർക്ക് കൊറോണ ബാധിച്ചു, എത്ര പേർ മരിച്ചു എന്നറിയുന്നത് നമ്മളെല്ലാം അറിയുന്നത് അതായത് അവർ തരുന്ന ആ ന്യൂസ് ഏജൻസിയിൽ നിന്നാണ്. AP അല്ലെങ്കിൽ AFP വഴിയായിരിക്കും നമുക്ക് വാർത്ത ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് അതാണ് പ്രധാന ഇത്. ഇപ്പം അതിൻ്റെ നേരത്തെ സ്പോർട്സിൻ്റെ തന്നെ എടുക്കുകയാണെങ്കിൽ സ്പോർട്സ് എല്ലാം നടക്കുന്ന വിദേശ ഇതിലായിരിക്കും. ഇപ്പം റയൽ മാഡ്രിഡിൻ്റെ, ബാഴ്സലോണയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അതുപോലെ അവരുടെ ആ ടീമിലുള്ള വിഷയങ്ങൾ അങ്ങനെ എല്ലാം നമ്മളെ അറിയുന്ന എല്ലാം നമ്മുടെ അതുപോലെ ന്യൂസ് ഏജൻസി വഴിയാണ്. പിന്നെ നമ്മുടെ പ്രധാനമായിട്ടും ഇത് നമ്മുടെ പത്രങ്ങൾ അറിയാം. നമ്മുടെ 3ഉം 4ഉം നമുക്ക് ലോക്കൽ പേജുകളുണ്ട്. അപ്പോൾ ലോക്കൽ വാർത്തകൾ കൂടുതലും നമുക്ക് ലഭിക്കുന്നത് അതായത് നമുക്ക് യൂണിറ്റിൽ പ്രാദേശിക ലേഖകന്മാരുണ്ട്, പിന്നെ ഏജൻറ്റുമാരുണ്ട്. ചില ഏജൻറ്റുമാരായിരിക്കും ചില വാർത്തകൾ നമുക്ക് തരുന്നത്. പിന്നെ നമ്മുടെ പിന്നെ അടുത്ത സോഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ റിപ്പോർട്ടർമാർക്കും ഓരോ വ്യക്തിപരമായ സോഴ്സ് കാണും. അത് പ്രത്യേകിച്ച് അവർക്ക് എക്സ്ക്ലൂസീവ് വാർത്ത ചെയ്യാൻ വേണ്ടി ഓരോ റിപ്പോർട്ടർമാർക്കും ഓരോ സോഴ്സ് കാണും. അവിടെ നിന്നാണ് അവരുടെ എക്സ്ക്ലൂസീവ് വാർത്തകൾ അവർ ശേഖരിക്കുന്നത്. ഇത്തരം വിവിധ ഉറവിടങ്ങളിൽ നിന്നാണ് നമ്മുടെ റിപ്പോർട്ടർമാർ പല വാർത്തകൾ ശേഖരിക്കുന്നത്. Thank you, Krishna Kumar. Hope my children got an overview about sources of news from Krishna Kumar's talk. We will continue the subject sources of news in our next class in detail. Thank you.